പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. ദൈവം കഴിഞ്ഞ രാത്രിയിൽ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമ്മെ കരുതിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. 147 സങ്കീർത്തനം അതിലെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാണ് നമ്മുടെ ദൈവം എന്ന് സംസ്കൃതക്കാരൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. 2 വിധത്തിൽ കൂടെ അവിടെ പറയുന്നു. ഒന്ന്, മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവം. സ്തോത്രം. മാനസികമായുള്ള തകർച്ച എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. മാനസികമായി തകർന്നു പോയ, മനസ്സുകൊണ്ട് വീണുപോയതായ വ്യക്തികളെ കരം പിടിച്ചുയർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ആ പ്രയാസകരമായ കാര്യമായതുകൊണ്ട് സാധാരണമായ ആൾക്കാരും മാനസികമായി തളർന്നിരിക്കുന്നവരെ, മാനസികമായി തകർന്നവരെ സഹായിപ്പാനോ അവർക്ക് വേണ്ട പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൊടുക്കുവാനോ ആരും ശ്രമിക്കാറില്ല. എന്നാൽ സംസ്കൃതക്കാരൻ പറയുന്നു, യേശു കർത്താവ് ആരാണ്, അല്ലെങ്കിൽ അർത്ഥാത് ദൈവം ആരാണ്? മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ശാരീരികമായിട്ടൊക്കെ നമ്മൾ വളരെയധികം ബലമുള്ളവരായിരിക്കാം, സാമ്പത്തികമായി നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷേ അപ്പോഴും നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു അനുഭവമല്ലേ? അതേ, മുറിഞ്ഞുപോയ ചില അനുഭവങ്ങൾ, ഹൃദയം കീറിപ്പോയ ചില അനുഭവങ്ങൾ, നമ്മൾ തകർന്നാകമാനമായി ഒന്നുമല്ലാതിരിക്കുന്ന ഒരു അനുഭവങ്ങൾ, ആ സമയത്ത് നമ്മൾ സഹായിക്കുവാൻ ആരുമില്ലായിരിക്കാം. സ്തോത്രം. ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന വേദന എത്രയെന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത എത്രയെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ തളർന്നിരിക്കുന്ന സാഹചര്യമാണോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, അവൻ നിങ്ങളുടെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. മാനസികമായ രോഗം, മനസ്സിൻ്റെ ആ നിലനിർത്തിയുള്ള, മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അത് ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്തൊരനുഭവമാണ്. പക്ഷേ മനസ്സിനെ അറിയുന്ന, ഹൃദയത്തെ അറിയുന്ന, ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ആ നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ പറയുന്നു, യേശു കർത്താവ് മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്, അവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. 2-ാമതോടെ പറയുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലയിൽ ശരീരത്തിനകത്തേറ്റ ഒരു മുറിവ് അതിൻ്റെ പുറത്ത് കുറെ മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അങ്ങ് കരിഞ്ഞു പോകും. എന്നാൽ മനസ്സിനേറ്റൊരു ക്ഷതം, മനസ്സിനേറ്റൊരു വേദന, മനസ്സിനേറ്റൊരു മുറിവ് കരിയുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ യേശു കർത്താവ് അങ്ങനെയുള്ളവരെ അധികം ഇഷ്ടപ്പെടുന്നത്. ഇവിടെ പറയുന്നു, അവരുടെ മുറിവുകളെ കെട്ടുന്നു. കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തതിനെ തൻ്റെ അതേ ആതുരാലയത്തിൽ, അർത്ഥാത് തൻ്റെ ഹോസ്പിറ്റലിലേക്ക് താൻ കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവിനെ കുറിച്ച് അവിടെ കാണിക്കുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ മുറിവേറ്റൊരു വ്യക്തിയാണോ? നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളാൽ നിങ്ങൾ മുറിയപ്പെട്ടവരാണോ? മറ്റുള്ളവരുടെ നോട്ടത്താൽ നിങ്ങൾ മുറിയപ്പെട്ടവരാണോ? മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞ ചില ശാപവാക്കുകളാൽ നിങ്ങൾ മുറിയപ്പെട്ടവരാണോ? മറ്റുള്ളവർ നിങ്ങളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞ ചില വാക്കുകളാൽ നിങ്ങൾ മുറിയപ്പെട്ടവരാണോ? അല്ലെങ്കിൽ ലോകം നിങ്ങൾക്കെതിരായി കൽപ്പിച്ച ചില വിധിയാൽ നിങ്ങൾ മുറിയപ്പെട്ടവരാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ മുറിയപ്പെട്ടവരാണോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ മുറിവേറ്റവരാണോ? നിങ്ങൾ സാമ്പത്തികമായി മുറിവേറ്റവരാണോ? ഏത് മേഖലയിലാണോ നിങ്ങൾ മുറിവ് പറ്റിയത്, ആ മുറിവുകളെ അതേ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ മതിയായ ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. നിങ്ങളുടെ മുറിവുകൾ കർത്താവ് കെട്ടും, നിങ്ങളുടെ വേദനകൾ കർത്താവ് പുറപ്പിച്ചു തരും. ആകയാൽ പകൽക്കാലം വിശ്വസിക്കുക, നിങ്ങൾക്ക് സൗഖ്യം, നിങ്ങളുടെ മനസ്സിന് സൗഖ്യം തന്ന നിങ്ങളുടെ മുറിവുകളെ കെട്ടി നിങ്ങളെ ബലത്തോടെ വീണ്ടും നിർത്തുവാൻ ഈ ദൈവത്തിന് സാധിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? എത്ര പേർക്ക് അതിന് മനസ്സുണ്ട്? വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ ദൈവം മാറ്റും, നിങ്ങളുടെ പ്രയാസങ്ങളെ ദൈവം മാറ്റും, നിങ്ങളുടെ അസ്വസ്ഥതകളെ ദൈവം മാറ്റും. ആകയാൽ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഈ വചനം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ തുടച്ചു മാറ്റി ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോകുന്നു. ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ആരാലൊക്കെയോ നിങ്ങൾ മുറിവേറ്റുവെങ്കിലും ആ മുറിവുകളെയെല്ലാം കെട്ടി സൗഖ്യമാക്കി നിങ്ങളെ ബലത്തോടെ മുൻപോട്ട് വിടുവാൻ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.